ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സബ്സ്ക്രൈബ് എന്ന് പറയൂല അല്ലേ? സബ്സ്ക്രൈബ് എന്ന് പറയുന്നില്ല. ഇന്നത്തെ ടോപ്പിക്ക് പറയാം. ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് അടിച്ചേക്ക്. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റഫ്രീനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ലേ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫുട്ബോൾ സ്നേഹി, ഫുട്ബോൾ പ്ലെയർ ആണെന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണണം. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, റഫറി ആയിട്ട് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ്, റഫറിനോടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് അവസാനം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. റഫറിനെ നമ്മൾ എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് റഫറിനോട് പല ദേഷ്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ കളിയിൽ റഫറിനോട് ദേഷ്യം വരുന്നത് സ്വാഭാവികം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുറത്തിരുന്ന് കാണുമ്പോൾ തന്നെ റഫറിൻ്റെ ചില സമയം വൺസൈഡായിട്ടുള്ള തോന്നുമ്പോൾ ദേഷ്യം വരും. കളീൻ്റെ ഉള്ളിൽ നമ്മൾ കളിച്ച് ചോര തിളച്ചിങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുപോലെ തോന്നിയാൽ നമ്മൾ റഫറീൻ്റെ മേത്ത് പോയി കയറി റഫറീനെ പൊങ്കാലിട്ട് അടി ചെയ്ത് മാസ് കളിച്ച് കാർഡ് വാങ്ങിയിട്ട് പുറത്തു പോയിരിക്കുന്ന നമ്മൾ പൊതുവെ കാണുന്ന പരിപാടി. പണ്ട് പോലെ റഫറിനോട് അടിയലുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളെല്ലാം പോയിട്ട് റഫറിൻ്റെ അടുക്ക് പോയിട്ട് അടിയലോ, ഒരു 10 പഠിക്കുന്ന 12 പഠിക്കുന്ന കുട്ടികളെ കളിയിലെല്ലാം പോയാലും റഫറിനെ പോയിട്ട് മെക്കിട്ട് കയറുക, അടി ഉണ്ടാക്കുക, അതെല്ലാം നമ്മൾ കാണുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള റീലുകൾ കണ്ടിട്ടാണ്. ഷോർട്സുകൾ കണ്ടിട്ട് അതിൽ കുറേ വലിയ വലിയ പ്ലെയേഴ്സും കാര്യവും അതിൽ കുറേ മാസ് ഡയലോഗും ഇതെല്ലാം പഠിച്ചിട്ട് റഫറിൻ്റെ കോളറൊക്കെ പിടിക്കലും, റഫറിൻ്റെ ബോൾ എടുത്തെറിയാൻ നോക്കലും, തിരിച്ച് കാർഡ് കാണിക്കലും, അതെല്ലാം അവിടെ കണ്ടിട്ട് അതേപോലെ ഇവിടെ ചെയ്യുന്ന കുട്ടികളും കുറേ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടാൽ അത് കണ്ടിട്ട് വേറൊരുത്തം ചെയ്യും. അതിപ്പോൾ സാധാരണയായി മാറി. ഒരു റഫറീനെ തീരെ ഒരു വിലയില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറി നമ്മളിപ്പോഴത്തെ കുട്ടികൾ അല്ലേ? കാര്യമല്ലേ? നമ്മൾ ഒരു ടൂർണമെന്റ് പോയാൽ അവിടെ എത്ര പ്രാവശ്യം റഫറീൻ്റെ ഒപ്പം അടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ റഫറീനെ ഞാൻ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റഫറീൻ്റെ എടുക്കാൻ മിസ്റ്റേക്ക് വരാം. നമ്മൾക്ക് എന്തെല്ലാം മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ചില സമയം അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്ത് പോകുന്നില്ലേ? നിങ്ങൾ തന്നെ പറയാം, കളിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ വഴിയിലായിട്ട് അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്ത് പോകുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെ കളിയിൽ 2 സൈഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ചില സമയം കൺഫ്യൂഷൻ വരാം, ചില സമയം ചിലതുണ്ടാകാം. ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് ഒരു തെറ്റായ തീരുമാനം എടുത്തു പോവുക. ചിലപ്പോൾ തെറ്റായ തീരുമാനം തന്നെ റഫറിക്ക് വിചാരിക്കുക. ഇനി അത്രയും ആള്, അപ്പോൾ അവിടെ റഫറിക്ക് എന്താന്ന് വെച്ചാൽ അത്രയും ആ ആളുകളിൽ ഏറ്റവും ടോപ്പ്, നമ്മൾ ഏറ്റവും വില തരുന്നത് നമുക്കാ. നമ്മൾ എന്തെങ്കിലും തെറ്റായ തീരുമാനം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വില പോകുന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് ചില സമയം അവിടെ ഒരിക്കലും നമ്മളെ ഭാഗത്ത് റഫറി നിൽക്കില്ല. അദ്ദേഹം എന്താണോ അവിടെ പറഞ്ഞു പോയത്, അദ്ദേഹത്തിൻ്റെ വിസിൽ ഏത് ഭാഗത്താണോ വന്നു പോയത്, അദ്ദേഹത്തിന് അങ്ങോട്ടേക്കേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അങ്ങനെ മാറിപ്പോകുന്നതാണ്. ആ ചുറ്റുമുള്ള ആൾക്കാരും അത് അദ്ദേഹത്തിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുറ്റം തന്നെയായിരിക്കും ചിലപ്പോൾ തെറ്റായ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ അതിനെയും നമ്മൾ ബഹുമാനിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ വലിയ പ്ലെയേഴ്സ് ഫൗൾ ചെയ്തിട്ട് യെല്ലോ കാർഡ് കിട്ടുമ്പോൾ നമ്മൾ അടിയുന്ന കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യരുത്. നിങ്ങൾ പറയാം, ഏത് കളിയിൽ ഏത് റഫറിനോട് നിങ്ങൾ അടി ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുത്തത്? ഒരിക്കലും നമുക്ക് റഫറിനോട് അടി ചെയ്തിട്ട് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കളിയിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നാട്ടുമ്പുറത്തെ കളിയിൽ നമുക്ക് അടി ചെയ്തിട്ട് ചിലപ്പോൾ മാനേജ്മെൻറ്റോളം ചിലപ്പോൾ അറിയാത്ത കുട്ടികളോടെല്ലാം നമുക്ക് ഇതാക്കാം. പൊതുവെ കുറച്ച് പ്രൊഫഷണലായ കളിയിൽ ഒരു കളിയിലും റഫറിനോട് പറഞ്ഞിട്ട് നമുക്ക് അടി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിന് നമുക്ക് മാറ്റി പറയിപ്പിക്കാൻ ഒരിക്കലും പറ്റൂല. അദ്ദേഹത്തിന് അത് മാറ്റി പറയാനും പറ്റില്ല. അത് ചിലപ്പോൾ തെറ്റായ തീരുമാനമാണെങ്കിലും മാറ്റി പറയാൻ പറ്റില്ല. അപ്പം നമുക്കത് മാറ്റി പറയിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെയ്യുന്ന ആർഗ്യൂ പൂർണ്ണമായിട്ടും വേസ്റ്റ് അല്ലേ? അപ്പോൾ രണ്ടാമത്, ഈ വലിയ വലിയ പ്ലെയേഴ്സ് അവിടെ റഫറിയോട് അടിയുന്ന പോലെയല്ല. നമ്മൾ അവരെ കണ്ടിട്ട് ഇവിടെ ചെറിയ സ്ഥലത്ത് പോയി അടിയുന്നത്. നമ്മൾ അത്യാവശ്യം ചിലപ്പോൾ ഒരു ടൂർണമെന്റ് കാര്യങ്ങളിൽ പോയിട്ട് കളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്മൾ പോയിട്ട് അടി ചെയ്ത് റഫറിനെ പോയിട്ട് മെക്കിട്ട് കയറി അടിയെല്ലാം ഉണ്ടാക്കി അങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നാളെ നമ്മളൊരു സെലക്ഷൻ ട്രയൽ പോകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഒരു സെലക്ടറെ ഫ്രണ്ടോ അല്ലെങ്കിൽ സെലക്ടർ തന്നെ ആയിരിക്കാം നാളെ അദ്ദേഹം അവിടെ നമ്മളൊരു സെലക്ഷൻ ട്രയൽ ചിലപ്പോൾ പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല മുട്ടം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടും കണ്ടില്ല വെച്ച് തന്നെ പോകണം. നമ്മളെ കളി എന്താണോ, നമുക്ക് എന്താണോ അറിയുക, നമ്മളെ കളി എത്ര ബെസ്റ്റായിട്ട് നമുക്ക് നമ്മളെ കളി കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക. അത് മാത്രമേ നമ്മളെ നാട്ടുകാർ നമ്മളെ അംഗീകരിച്ച് നമ്മളെ ഒരു പ്രൊഫഷണൽ ഗെയിമർ ആകുന്നവരെ നമ്മൾ അതുവരെ നമ്മൾ ആരോട് ദേഷ്യം പിടിക്കാനോ ഒന്നും പിടിക്കാൻ പോകുന്നത്. നമ്മളെ കളി കളിക്കുക, തിരിച്ചു വരിക. നമുക്ക് എന്താണോ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക
തിരിച്ചു വരിക. നമ്മളെ ഇമോഷണൽ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്ത് പോയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇനി അത് പ്രൊഫഷണൽ റഫറിയറല്ലേ, നമ്മൾ നാട്ടിൻ പുറത്തെല്ലാം കളിക്കുമ്പോൾ അവരോടെല്ലാം എങ്ങനെ പെരുമാറുന്നത്? അവരാണെങ്കിലും കുഴപ്പമില്ല, അവരെല്ലാം അറിയാണ്ട് വേറെ വഴിയില്ലാണ്ട് ചിലപ്പോൾ റഫറികൾക്ക് പൈസ കൊടുക്കാണ്ട് വരുന്ന ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കാം, നമ്മളെക്കാട്ടി അറിവില്ലാത്തവരായിരിക്കാം. അവരോട് ഒന്ന് ക്ഷമിച്ചു പോകുന്നതിന് എന്താ, അവർ ആ ഒരു കളി തൊട്ടിനെ കൊണ്ട് നമ്മൾ വലിയ സംഭവമാകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ സ്ഥലത്ത് ക്ഷമിച്ചു പോയി തോറ്റു കൊടുത്തതിനെ ഒന്നും ആവുന്നില്ല. നമ്മൾ അവിടെ ക്ഷമ പഠിക്കുകയെന്ന് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ക്ഷമ. അത് പഠിക്കണമെങ്കിൽ അത് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ തുടക്കം മുതൽ നിങ്ങൾ കളിക്കുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ തുടങ്ങുന്ന ടൂർണമെന്റ് മുതൽ അവിടെ ഒരു ചെറിയ കുട്ടിയെ വന്ന് റഫറി നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ മുതൽ നിങ്ങൾ ഒടുക്കത്തിൽ ഏത് നിലയിലെത്തുന്നോ അവിടെ വരെ നിങ്ങൾ റഫറീനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളെ റെസ്പെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നാളെ വില തരാൻ പോകുന്നത്. കാരണം വെച്ചാൽ നാളെ ഒരു നല്ല രീതിയിലെത്തി നല്ലൊരു നിർണായക മാച്ചിലല്ലോ നിങ്ങൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് റഫറി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മിണ്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വേഗത്തെ ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ ഒരു രാജ്യം തന്നെ, ചിലപ്പോൾ ഒരു നാട് തന്നെ നിങ്ങളെ വേഗത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കൂ. പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ അവിടെ പോയിട്ട് റഫറിനോട് ഒച്ചപ്പാടാക്കേണ്ട ആവശ്യം? അപ്പൊ നമ്മളെ വയത്തിന് ആയാണെങ്കിൽ നമ്മളെ പിന്നിൽ നിൽക്കാൻ ഒരു കൂട്ടം ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടുവരുന്നവരെ നമ്മൾ ഒരിക്കലും വായു തുറക്കരുത് ഗ്രൗണ്ടിൽ നിന്ന്. നമ്മൾ വായു തുറക്കേണ്ടത് പ്ലെയറെ വിളിക്കാൻ കളിപ്പിക്കാൻ മാത്രമേ വായു തുറക്കാൻ പാടുള്ളൂ. ഒരിക്കലും ആർഗ്യുമെന്റ് പാടില്ല. അത് എതിർ ടീമിനോടാനും പാടില്ല, റഫറിനോടാനും പാടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ റഫറിനോട് നമ്മൾ ഇനി ഒരിക്കലും ഒരു അടി ഉണ്ടാക്കുമ്പോൾ അവരെ എടുക്കുന്ന തീരുമാനം ജസ്റ്റ് വിട്ടേക്കുക. അത് തെറ്റായ തീരുമാനമാണെങ്കിൽ അത് അന്നത്തെ ദിവസം അങ്ങനെ പോയി വരട്ട്, ജസ്റ്റ് ലീവ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരാം. ഞാൻ പണ്ട് ഒരു +2 എല്ലാം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നാട്ടിലൊരു ടൂർണമെന്റ് നടന്ന്, കുറച്ച് വലിയ ആൾക്കാരുടെ ടൂർണമെന്റാണ്. അപ്പോൾ അത്യാവശ്യം കളിയെല്ലാം അറിയാനൊക്കെ അവിടെ വലിയ ആൾക്കാരുടെ കളി ടൂർണമെന്റ് വന്നപ്പോൾ എന്നെ പിടിച്ച് റഫറി വെച്ച് നാട്ടുകാർ ഇനി നല്ലോണം കളിക്കൂല റഫറി കിടാൻ. അങ്ങനെ നിന്ന് കുഴപ്പമില്ലാണ്ട് പോയി. അവസാനം ഫൈനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എവിടെയാണെങ്കിലും എന്താണെങ്കിലും അടി ഉണ്ടാവും. അത് വലിയ ടീമാണ്. ഈ നാട്ടിൽ ഭയങ്കര സോക്കർ എന്നറിയപ്പെടുന്ന ആ സമയത്ത് തിളങ്ങി നടന്ന ഒരു ടീമാണ് തലശ്ശേരിയിൽ. അപ്പോൾ ഈ ഫൈസ് മാച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് അവിടെ ഭയങ്കര സ്പീഡ് കളിയാകുമ്പോൾ എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലോ മിസ്റ്റേക്ക് എൻ്റെ വായിന്ന് വിട്ടുപോയി തോന്നുന്നു. മിസ്റ്റേക്ക് ശരിക്കും പറ്റിയെന്ന് എനിക്ക് ശരിക്കും സത്യമായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും മിസ്റ്റേക്ക് പറ്റിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ടീം കളി തോറ്റ്. അതിൽ നമ്മൾ അറിയുന്ന ഒരു ഏട്ടൻ തന്നെ ഇങ്ങനെ കുറേ ആടുന്ന കളീൻ്റെ സമയത്ത് തന്നെ കുറേ വഴക്ക് പറയുന്നത്, ഇല്ലെങ്കിൽ എന്ത് റഫറിയാ അങ്ങനെ ഇങ്ങനെ കളീൻ്റെ സമയത്ത് വഴക്ക് പറയേണ്ടതാണ്. ജയിച്ച ടീം സുഖമായിട്ട് എന്നെ ഭയങ്കര ആഘോഷിച്ച് അങ്ങ് പോയി. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംഭവം ഒന്ന് വിചാരിക്കലൊന്ന് മാപ്പ് പറയാന്നുള്ള രീതിയിൽ, മാപ്പ് പറയേണ്ടിയിട്ട് എന്തിനാ ഞാൻ പോയതെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി. അദ്ദേഹത്തിൻ്റെ അടുക്ക പോയാലോ അങ്ങ് നല്ല തെറി കിട്ടി. മറ്റു വായുള്ള തെറി എല്ലാം കിട്ടി. എല്ലാം കേട്ട് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കളിയെല്ലാം കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഞാൻ ഇന്ന് അത്യാവശ്യം കളി എനിക്ക് അറിയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളിയെല്ലാം കണ്ടിട്ടാണ് ഞാൻ കളി സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിനോട് എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇപ്പോഴും ഞാൻ കണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്നെ കണ്ടിട്ട് ചിലപ്പോൾ ഫേസ് ചെയ്യപ്പോഴും ഒരു ചെറിയ ഒരു ഓർമ്മയോ ചെറിയൊരു മടി ഉണ്ടാകാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഞാൻ പറയാൻ വെച്ചാൽ നമ്മൾ ഈ ചെറിയ തരത്തിൽ നിന്ന് നമ്മൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി എത്തിപ്പെടാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നമ്മളെക്കാട്ടി കുറച്ച് ഉയർന്ന നിലയിലെ റഫറി മാറിയോ കോച്ച് മാറിയോ ഇങ്ങനെയെല്ലാം നമ്മൾ വെറുപ്പിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ എത്തുമ്പോൾ ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ടായി നിൽക്കുക. അപ്പോൾ നമ്മൾ ബന്ധങ്ങൾ കളിയിൽ നമ്മളെപ്പോഴും സീനിയർ പ്ലെയേഴ്സിനാണെങ്കിലും സീനിയർ റഫറികളാണെങ്കിലും അങ്ങനത്തെ സീനിയർ ആയിട്ടുള്ള ആരാണെങ്കിലും കളിയുമ്പോൾ അവരുടെ നല്ല ബന്ധങ്ങൾ പുലർത്തി കൊണ്ടുവന്ന നല്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ അതേ പ്രായം +1 +2 എല്ലാം പഠിക്കുന്ന അധികം +1 +2 പഠിക്കുന്ന കുട്ടികളെ ഇതിൽ കാണുന്നത് മൊത്തത്തിൽ ഞാൻ പറയുന്നത് ആ ഒരു പ്രായത്തിലായതുകൊണ്ട് അപ്പൊ എനിക്ക് ചോരത്തിളപ്പ ഇങ്ങനെയെല്ലാം കേട്ട് എന്നിട്ട് ഞാനപ്പോൾ നന്നാണ്ടേ. സ്വതവേ ഇപ്പോഴത്തെ ഇതാണെങ്കിൽ ഞാൻ നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ കളിയിലിറങ്ങിയാൽ നമ്മളും കൂട്ടം കൂടാ. ഞാനും ഇത് തന്നെ ആവർത്തിക്കും. ഈ കളിയിലിറങ്ങിയാൽ ഞാൻ അത്ര ഇതൊന്നുമില്ല, എന്നാലും ഒരു ദിവസം കളിയിൽ ദേഷ്യം പിടിച്ചിട്ട് റഫറീനെ ബോളിൻ്റെ അടുത്ത് ചവിട്ടുകയെല്ലാം ചെയ്യുന്നുണ്ട്. ബോൾ എടുത്തിട്ട് ഒരു ലീഗ് മാച്ചിൽ അടിച്ച് ചവിട്ടി റഫറിനെ എടുത്താൽ ഭയങ്കര മാസമായിരുന്നു. അപ്പോൾ പുറത്തുനിന്നെല്ലാം കോച്ചെല്ലാം നമ്മുടെ നാട്ടിലൊരാട്ടെല്ലാം വന്ന് അത് ചെയ്ത് അടിപൊളിയാക്കിനാണ് ഓനൊന്ന് കിട്ടണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ആവശ്യം. പക്ഷെങ്കിൽ തിരിച്ചറിവ് എനിക്ക് ഇന്നാ വരുന്നത്. പക്ഷെ ഇന്ന് അത് കുറച്ച് ലേറ്റാണ്. അപ്പോൾ എനിക്ക് വരുന്ന തിരിച്ചറിവ് അത് നിങ്ങൾക്ക് ഇപ്പോഴേ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ വയസ്സിൽ നിന്നേ ഈ തിരിച്ചറിവ് വന്ന് തുടങ്ങിയാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെറിയ വയസ്സിൽ നിന്നേ മാറ്റി കൊണ്ടുവന്നാലേ
എൻ്റെ ഒരു പ്രായത്തിലാകുമ്പോൾ നിങ്ങളൊരു ബെസ്റ്റ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് നിങ്ങൾക്ക് തിളങ്ങി കളിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു പ്രായത്തിൽ ഈ തിരിച്ചറിവെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, നാളെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്നില്ല തിരിച്ചറിവ് വന്നതിന് ശേഷം. അപ്പോൾ ഇപ്പം തന്നെ ഓരോന്ന് ഞാൻ പറയുന്ന ഓരോരോ വീഡിയോകൾ ഇങ്ങനത്തെ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ലാണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഓരോരോ ടിപ്പുകൾ ഇതെല്ലാം മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചോ, ഇതെല്ലാം നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ആവശ്യം വരും. അപ്പോൾ സെൽഫ് കൺട്രോളാണ് ഏറ്റവും മെയിൻ കാര്യം. നമ്മൾ ബഹുമാനിക്കുക, ഓപ്പണറിനെ ബഹുമാനിക്കുക, റഫറീനെ ബഹുമാനിക്കുക, എല്ലാവരും ബഹുമാനിച്ചിട്ട് കളി നമ്മളെ ബെസ്റ്റ് നമ്മൾ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, നാളെ പുതിയ വീഡിയോ ആണ്.